കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ മുതൽ കാലവർഷം കേരളത്തിലെത്തിയേക്കാം എന്നാണ് പ്രവചനമുള്ളത്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും മഴ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രിയിലുമൊക്കെ അതിശക്തമായ മഴ തലസ്ഥാനത്തടക്കം സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴയുണ്ട്, ശക്തമായ ഇടിയുണ്ട്. ഇടി മിന്നലേറ്റ് മരണം സംഭവിച്ച പശ്ചാത്തലമുണ്ട്. തലസ്ഥാന നഗരത്തൊക്കെ വെള്ളക്കെട്ട് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മഴയ്ക്ക് ഒരു കുറവില്ല. പക്ഷേ അപ്പോഴും മെയ് മാസം രേഖപ്പെടുത്തിയ മഴ കഴിഞ്ഞ തവണത്തേക്കാൾ ശതമാനക്കണക്കിൽ കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നൽകുന്നുണ്ട്. എൽനിനോ പ്രതിഭാസമൊക്കെ ആ തരത്തിൽ നമ്മുടെ മഴയുടെ അളവിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക കാലാവസ്ഥാ കേന്ദ്രം രാജ്യാന്തര തലത്തിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം ബാധിക്കുമെന്നുള്ള ആശങ്ക കാലാവസ്ഥാ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച 10 ജില്ലകൾ സംസ്ഥാനത്തുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം. മഴ ഏതായാലും കണക്കുകയാണ്. നവമി ദിനേശ് അല്പസമയത്തിനകം തന്നെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരും. മഴയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കടലിൽ പോകരുത് എന്ന് 2-3 ദിവസമായി മത്സ്യത്തൊഴിലാളികളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യലഭ്യതയിലും കാര്യമായ കുറവ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്, സംശയമില്ല. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലടക്കം വലിയ തോതിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. നവമി ദിനേശ് ഉണ്ട്. നവമി, എൽനിനോ പ്രതിഭാസമൊക്കെ നമ്മുടെ മഴയുടെ ലഭ്യതയെ ബാധിക്കുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുവെന്ന് തന്നെയല്ലേ വിവരം? രഞ്ജിത്ത്, കൊച്ചിയിൽ പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് വന്നാൽ നിലവിൽ മഴയില്ല. പക്ഷേ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. വൈകുന്നേരം രാത്രിയോടുകൂടിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലും 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ ഒക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം സ്ഥലത്തു നിന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തീരപ്രദേശത്തുള്ളവർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഉൾക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇനി ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകട സാഹചര്യം മുന്നിൽ നിൽക്കുന്നതിനാൽ അവരോടും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകളും രാത്രികാല യാത്രകളും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തീരപ്രദേശത്തുള്ളവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത ഉള്ളതിനാൽ നിലവിൽ പെരിയാറിൻ്റെയൊക്കെ ജലനിരപ്പ് സാധാരണഗതിയിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജലനിരപ്പ് ഉയരുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഉള്ളത്. സാധാരണ നമുക്കറിയാം, ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ് സംഭവിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള മഴ ഇല്ലെങ്കിൽ പോലും വൈകുന്നേരത്തോടുകൂടി ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമായി പെയ്യുന്നത്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ മഴ ഇല്ല, പക്ഷെ മഴ മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നുണ്ട്. തലസ്ഥാനത്തൊക്കെ മഴയുണ്ട്. എറണാകുളത്ത് ഒന്ന് മഴ മാറി നിൽക്കുന്ന അതുണ്ടെങ്കിൽ പോലും ഇന്നലെയൊക്കെ അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നവമി വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.